Hi all, welcome to Once. In today's class, we will discuss some of the previous year questions. Okay, previous year questions from digital electronics. But digitally തന്നെ data converters. Data converters ആണ് നമ്മൾ നോക്കുന്നത്. Data converters നമുക്കറിയാം എത്ര ടൈപ്പ് ഉണ്ട്. അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ as well as ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an 8-bit unipolar digital to analog converter has a full scale voltage range from 0 to 7.68 volt if the digital input code is തന്നിട്ടുണ്ട് എന്താണ് 100101110. The leftmost bit is MSB. Okay, so leftmost bit എന്ന് പറയുന്നതാണ് MSB. Okay, next, then the analog output voltage of the DAC എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡാക്കിന്റെ അനലോഗ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഡാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അപ്പോൾ അനലോഗ് ഔട്ട്പുട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഡാക്ക് കൺവേർട്ടറിന്റെ അനലോഗ് ഔട്ട്പുട്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഗിവൺ ഡാറ്റേഴ്സ് എന്താണ്? നമുക്കറിയാം യൂസ് ചെയ്യുന്നത് ഒരു 8-bit യൂണിപോളാർ ആണ്. അപ്പോൾ 8 ബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് n ആണ് നമ്മൾ 8 ബിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് 8 ബിറ്റ് തന്നിട്ടുണ്ട്. ദെൻ ഫുൾ സ്കെയിൽ റേഞ്ച് ആണ്. സോ ഫുൾ സ്കെയിൽ വോൾട്ടേജ് റേഞ്ച് എന്ന് പറയുന്നത് എത്രയാ? 7.68 വോൾട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം അനലോഗ് ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? അനലോഗ് ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ജനറലി നമ്മുടെ ഇക്വേഷൻ ഫോളോ ചെയ്യുന്നത് ഏതാണ്? റെസൊല്യൂഷൻ ഇൻറ്റു ഡെസിമൽ ഇക്വലന്റ് ആണ്. ഓക്കെ, റെസൊല്യൂഷൻ ഇൻറ്റു ഡെസിമൽ ഇക്വലന്റ്. സോ ഡെസിമൽ ഇക്വലന്റ് ഏത് നമ്പറിന്റെ അനലോഗ് ഇക്വലന്റ് നമുക്ക് വേണ്ടത്? ഈ തന്നിരിക്കുന്ന നമ്പർ അല്ലേ? ഈ തന്നിരിക്കുന്ന ഡിജിറ്റൽ ഇൻപുട്ടിനെയാണ് നമുക്ക് കറസ്പോണ്ടിങ് വേണ്ടത്, അനലോഗ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പൊ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ ഇക്വലന്റ് എത്രയാ? ഇതെന്ന് പറയുന്നത് 32, this is 64 and 128. ഓക്കെ, സോ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് എടുക്കണം? 128 പ്ലസ് 32 അല്ല 16. 128 പ്ലസ് 16 അല്ലേ? ഈ നമ്പർ ഉണ്ട്. ദെൻ 16, ദെൻ 4 and 2. ഓക്കെ, സോ 4 പ്ലസ് 2. സോ നമുക്ക് കിട്ടുന്ന നമ്പർ ഡെസിമൽ ഇക്വലന്റ് ആയിട്ടുള്ള നമ്പർ എത്രയാണ്? ദാറ്റ് വിൽ ബി 150. ഓക്കെ, ഇനി റെസൊല്യൂഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റെസൊല്യൂഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം as VFSR തന്നിട്ടുണ്ടല്ലേ. ഫുൾ സ്കെയിൽ റേഞ്ച് എന്ന് പറയുന്നത് VFSR തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഡിവൈഡഡ് ബൈ 2 raised to n minus 1 into 150. So FSR എത്ര നമുക്ക്? It is given as 7.68 volt. Okay, so 7.68 volt divided by 2 raised to n. 2 raised to n എത്രയാ? സോറി, n എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? 8 ബിറ്റ് ആണ്. സോ n-ന് വാല്യൂ 8 കൊടുക്കുമ്പോൾ 2 raised to 8 is 256. 256 minus 1 is 255. Okay, so 255 into 150. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 4.5 volt. So the answer for this question is 4.5 volt. So അതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ ചെയ്തതിൽ കിട്ടുന്നത് 4.5 volt ആണ്. So the answer for this question is 4.5 volt. We will move to the next question. A temperature in the range of -40 degrees Celsius to 55 degrees Celsius is to be measured with a resolution of 0.1 degrees Celsius. The minimum number of ADC bits required to get a matching dynamic range of the temperature sensor is. Okay, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് വേണ്ടത് the minimum number of ADC bits.
ADC ബിറ്റ്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്പർ ഓഫ് ബിറ്റ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് n വാല്യൂ എന്താണെന്നാണ് ഇവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. നമുക്ക് ഗിവൺ കണ്ടീഷൻസ് എന്താണ്? The temperature is in the range തന്നിട്ടുണ്ടല്ലേ, -40 degree Celsius to 55 degree Celsius. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എന്ത് വരും? Can be written as 55 degree Celsius minus of 40 degree Celsius അല്ലേ. So it is 90 degree Celsius ആണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. അതേപോലെ റെസൊല്യൂഷൻ തന്നിട്ടുണ്ട് അല്ലേ. റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 0.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ റേഞ്ച് എന്ന് പറയുന്നത് 95 ഡിഗ്രി സെൽഷ്യസും റെസൊല്യൂഷൻ ഇസ് 0.1 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് സ്റ്റെപ്സ് വേണം? ഒരു 95 ഡിഗ്രി സെൽഷ്യസ് എത്തണം എന്നുണ്ടെങ്കിൽ റെസൊല്യൂഷൻ ആണ് 0.1. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് എത്ര വരും? യു റിക്വയർ 950 സ്റ്റെപ്സ് വേണ്ടി വരും അല്ലേ. നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് it will be the range by resolution. So range by resolution ചെയ്യുമ്പോൾ 95 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് വേണ്ട റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ റെസൊല്യൂഷൻ അപ്പോൾ 95 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തണമെന്നുണ്ടെങ്കിൽ വിത്ത് റെസൊല്യൂഷൻ ഓഫ് 0.1 ആണെങ്കിൽ എത്ര സ്റ്റെപ്സ് വേണ്ടി വരും? നമുക്ക് വേണ്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 950 സ്റ്റെപ്സ് വേണം. ഓക്കെ അപ്പൊ അത്ര മനസ്സിലായില്ലേ? ജനറലി ഒരു n ബിറ്റ് ആണ് നമ്മുടെ നമ്പർ എങ്കിൽ മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഇസ് ഡിനോട്ടഡ് വിത്ത് 2 raised to n. ഇഫ് n നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടെങ്കിൽ if n number of bits ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് the maximum number of steps എന്ന് പറയുന്നത് it is equal to 2 raised to n. ഓക്കെ ജനറൽ കേസ് അതാണ്. അപ്പോൾ നമ്മളുടെ കേസ് ഇവിടെ എത്രയാണ്? നമുക്ക് വേണ്ടത് 950 സ്റ്റെപ്സ് ആണ് വേണ്ടത്. സോ 950 സ്റ്റെപ്സ് എത്തണം എന്നുണ്ടെങ്കിൽ 2 raised to 10 എത്രയാണ്? ഇറ്റ് ഇസ് 1024. ഓക്കെ സോ 1024 ആണ് നമുക്ക് വേണ്ടത്. 950 സ്റ്റെപ്സ് ആണ്. 1024 ഇത് കൂടുതലാണ്. ഇതിന്റെ താഴത്തെ നമ്പർ നോക്കിയാലോ 2 raised to 9 എത്രയാ? ഇറ്റ് ഇസ് 512. സോ 512 അല്ല, 512നേക്കാളും കൂടുതലുണ്ട്. സോ നമുക്ക് ജനറലി ഇപ്പൊ നമുക്ക് ആൻസർ എന്ത് പറയാം? ദ മിനിമം നമ്പർ ഓഫ് ബിറ്റ്സ് റിക്വയർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 10. ഇപ്പൊ മിനിമം 10 ബിറ്റ്സ് എങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് 950 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് option B. The minimum number of ADC bits required to get a matching dynamic range of the temperature sensor എന്ന് പറയുന്നത് it is option B 10. Okay, so 10 bits ആണ് നമുക്ക് വേണ്ടത്. Okay, the next question നോക്കാം. Next question എന്താണ്? A 2-bit flash analog to digital converter is given below. The input is input range തന്നിട്ടുണ്ട്. It is between 0 to 3 volt. The expression for the LSB of the output B0 as a Boolean function of x2, x1 and x0. Okay, LSB ആയ B0 എന്ന് പറയുന്നതാണ് LSB. Okay, so B0 ന്റെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് in terms of this inputs x1, x2, x3. Okay, B0 എന്ന് പറയുന്ന LSB ടേമിന്റെ എക്സ്പ്രഷൻ ചോദിച്ചിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് x2, x1 ആൻഡ് x0 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വേണ്ടത്. നമുക്കറിയാം നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഇൻ എന്ന് പറയുന്ന കമ്പാരേറ്റേഴ്സിലേക്ക് പോകുന്ന വി എന്ന് പറയുന്ന വോൾട്ടേജ് ഇസ് ബിറ്റ്വീൻ 0 to 3 volt. ഓക്കെ ഇതെന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് എ ഫ്ലാഷ് ADC. ഓക്കെ ഒരു 2-bit ഫ്ലാഷ് ADC ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ സർക്യൂട്ട് എന്തായിരിക്കും? നമ്മുടെ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് അതൊരു ഡിജിറ്റൽ സർക്യൂട്ട് ആണ്. ഫ്ലാഷ് ADCയുടെ കമ്പോണൻസ് ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്കറിയാം ഏതൊക്കെയാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. യു ഹാവ് സം കൈൻഡ്സ് ഓഫ് റെസിസ്റ്റേഴ്സ്, ഒരു റെസിസ്റ്ററിന്റെ നെറ്റ്വർക്ക് ഉണ്ടാവും. പിന്നെ ഉള്ളത് എന്താണ്? കമ്പാരേറ്റേഴ്സ് ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് എന്താണ്? പിന്നെ ഉള്ള സർക്യൂട്ട് ഏതായിരിക്കും? നമ്മുടെ ഡിജിറ്റൽ ഇതനുസരിച്ച് ഏതൊരു സർക്യൂട്ട് ആയിരിക്കും നമ്മൾ ആഫ്റ്റർ കമ്പാരേറ്റേഴ്സ് പ്ലേസ് ചെയ്യുന്നത്?
അപ്പം ഇതിൽ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, ഡിജിറ്റൽ സർക്യൂട്ട് എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഏതാണ് ആ സർക്യൂട്ട്? ദാറ്റ് ഇസ് പ്രയോറിറ്റി എൻകോഡർ, റൈറ്റ്? This digital circuit means it is okay. So the digital circuit priority encoder ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കാം, അല്ലേ? സോ അതെങ്ങനെയാണ് നമുക്ക് പ്രൊസീഡ് ചെയ്യാം? നമുക്കറിയാം വി ഇൻ എന്ന് പറയുന്നത് 0 to 3 വോൾട്ടിൽ വരെയാണ് വരുന്നത്. സോ വി ഇൻ എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ വാല്യൂ, ഇതൊരു ഡിവൈഡർ നെറ്റ്വർക്ക് ആണ്. സോ ഈ വോൾട്ടേജിനേക്കാളും ഗ്രേറ്റർ ആണ് വി ഇൻ വരുന്നതെങ്കിൽ നമ്മുടെ ഈ കമ്പറേറ്റർ 1 എന്ന് പറയുന്നത് ഓൺ ആയിരിക്കും. അതേപോലെ വെൻ ദിസ് വി ഇൻ വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ ദീസ് 2 ലെവൽസിനേക്കാളും കൂടുതൽ വരുമ്പോഴത്തേക്കും ബോത്ത് ദ കമ്പറേറ്റേഴ്സ് 2ഉം 1ഉം ഓൺ ആയിരിക്കും. അതേപോലെ വി ഇൻ എന്ന് പറയുന്നത് ഈ വോൾട്ടേജിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ദിസ് ഇസ് മാർക്ക് ഇറ്റ് ആസ് എ, വി എ, വി ബി, VC. Okay, so when V in is greater than, ഒന്നുകൂടി പറയാം, V in എന്ന് പറയുന്നത് greater than VA ആണെങ്കിൽ നമ്മുടെ കമ്പറേറ്റർ 1 will get on. കമ്പറേറ്റർ 1 എന്ന് പറയുന്നത് ഓൺ ആയിരിക്കും. അതേപോലെ V in greater than VB. V in greater than VB എന്ന് പറയുമ്പോൾ ആ ടൈമിൽ ഏതൊക്കെ ഓൺ ആയിരിക്കും? ബോത്ത് ദ കമ്പറേറ്റേഴ്സ്, അല്ലേ? 1ഉം 2ഉം ടേൺ ഓൺ ആകും. ബിക്കോസ് ഈ വി ബി എന്ന് പറയുന്നത് വി എനേക്കാളും ഗ്രേറ്റർ ആവുന്ന സമയത്ത് കമ്പറേറ്റർ 1 ഓൺ ആകുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വി ബി എന്ന് പറയുന്ന വോൾട്ടേജ് വിൽ ബി ഗ്രേറ്റർ ദാൻ വി എ. സോ വി എക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് തന്നെ ബോത്ത് ദ കമ്പറേറ്റേഴ്സ് ഓൺ ആയിരിക്കും. സോ കമ്പറേറ്റർ 1ഉം 2ഉം ഓൺ ആണ്. നെക്സ്റ്റ് കേസ് വി ഇൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വി സി ആണെങ്കിലോ ഏതൊക്കെ കമ്പറേറ്റേഴ്സ് ഓൺ ആയിരിക്കും? 3 കമ്പറേറ്റേഴ്സും ഓൺ ആയിരിക്കും. 1, 2, 3 വിൽ ടേൺ ഓൺ. ഓക്കെ, ഇനി നമുക്ക് പ്രയോറിറ്റി എൻകോഡറിന്റെ ബേസിക് വർക്കിംഗ് നോക്കാം. അപ്പോൾ പ്രയോറിറ്റി എൻകോഡറിന്റെ ഇൻപുട്സ് എന്തൊക്കെയാ? ഇപ്പം ഇതിൽ മാർക്ക് ചെയ്തനുസരിച്ച് X0, X2, X1, X0 എന്ന് പറയുന്ന 3 ഇൻപുട്സ് ആണ് പ്രയോറിറ്റി എൻകോഡറിലേക്ക് പോകുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് B1 ആൻഡ് B0. അതിൽ ഈ B0ന്റെ എക്സ്പ്രഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഇൻപുട്സ് ഏതൊക്കെയാ? ഒരു കേസ് എന്ന് പറയുന്നത് ഇതെല്ലാം 0 ആവുന്ന കേസ്, അല്ലെ? പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു കമ്പറേറ്റർ ഓൺ ആവുന്ന കേസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബോത്ത് ദ കമ്പറേറ്റേഴ്സ് ഓൺ ആവാം. തേർഡ് വൺ എന്ന് പറയുന്നത് 3 കമ്പറേറ്റേഴ്സും ഓൺ ആകുന്ന കേസസ് ആണ് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താ? പ്രയോറിറ്റി എൻകോഡർ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്രയോറിറ്റൈസ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രയോറിറ്റി എൻകോഡർ കൊടുക്കുന്നത്. അതായത് 2 കമ്പറേറ്റേഴ്സ് ഇവിടെ സൈമൾട്ടേനിയസ്ലി ഓൺ ആവുന്നുണ്ട്, അല്ലെ? 2 കമ്പറേറ്റേഴ്സ് ഓൺ ആവുന്നുണ്ട്, 3 കമ്പറേറ്റേഴ്സും ഓൺ ആവുന്ന കേസസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പോഴത്തേക്കും പ്രയോറിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ ഔട്ട്പുട്ട് ഡിസൈഡ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് തന്നെ നമ്മൾ ഈ ഫ്ലാഷ് ADCയിൽ പ്രയോറിറ്റി എൻകോഡർ യൂസ് ചെയ്യുന്നത്. സോ അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരിക? ഫസ്റ്റ് കേസിൽ 3 കമ്പറേറ്റേഴ്സും ഓഫ് ആണ്. 3 കമ്പറേറ്റേഴ്സ് ഓഫ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് B1ഉം B0യും ബോത്ത് വിൽ ബി 0. വാട്ട് അബൌട്ട് നെക്സ്റ്റ് കേസ്? നെക്സ്റ്റ് കേസിൽ ഒരു കമ്പാരിസന്റെ ആവശ്യമില്ല, ഒരെണ്ണം മാത്രമേ ഓൺ ആയിട്ടുള്ളൂ, അല്ലെ? ഒരൊറ്റ കമ്പറേറ്റർ ആണ് ഓൺ. അപ്പൊ ഏതായിരിക്കും? B0 ആയിരിക്കും ആക്റ്റീവ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് കേസ് ഏതാണ്? ഇവിടെ 2 കമ്പറേറ്റേഴ്സ് ഓൺ ആയിട്ടുണ്ട്, 2 കമ്പറേറ്റേഴ്സ് ഓൺ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളിത് കമ്പയർ ചെയ്യണം, അല്ലെ? അപ്പൊ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഏതാണ്? പ്രയോറിറ്റി എൻകോഡർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഇതിനെ ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി B1 ആയിരിക്കും ഓൺ ആവുന്നത്, B0 എന്ന് പറയുന്നത് 0 ബിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് കേസ് എന്താണ്? 3 കമ്പറേറ്റേഴ്സ് ഓൺ ആണ്. സോ 3 കമ്പറേറ്റേഴ്സ് ഓൺ ആവുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഏതാണ്? പ്രയോറിറ്റി കൊടുക്കുന്നത് ഹയർ വണ്ണിനായിരിക്കും. സോ അതെന്ന് പറയുമ്പോൾ എന്ത് വരും? ഇറ്റ് ഈസ് X2 ആണ്. സോ ദ ബിറ്റ്സ് ഔട്ട്പുട്ട് ബിറ്റ്സ് എന്ന് പറയുന്നതിൽ B1ഉം B2 ബോത്ത് B1 and B0 വിൽ ബി ഹൈ. സോ ദിസ് ഇസ് ദ ട്രൂത്ത് ടേബിൾ ഫോർ B1 and B0. സോ ട്രൂത്ത് ടേബിൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ എക്സ്പ്രഷൻ എഴുതാം, അല്ലേ? സോ അപ്പൊ അതിന് നമുക്ക് വേണ്ട ഏതാണ്? B0 ആണ്. B0 എന്ന് പറയുന്ന ഈ 2 കേസസ് ആണ് വരുന്നത്. സോ നമുക്ക് അതിന്റെ എക്സ്പ്രഷൻ എഴുതിയാൽ B0 വിൽ ബി X2
bar, x1 bar and x0 plus next term എന്ന് പറയുന്നത് x2, x1 and x0. സോ നമുക്ക് x0 എന്ന് പറയുന്നത് കോമൺ എടുക്കാം. സോ ഇൻസൈഡിൽ വരുന്ന എന്താണ് x2 x1 ബാർ പ്ലസ് x2 x1. ഓക്കെ, ഈ x2 ബാർ x1 ബാർ പ്ലസ് x2 x1 എന്ന് പറയുന്ന എന്തിൻ്റെ എക്സ്പ്രഷൻ ആണ്? ദാറ്റ് ഈസ് യു ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് x2 XOR x1 ദ ഹോൾ ബാർ, റൈറ്റ്? സോ ഇതാണ് നമുക്ക് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഓപ്ഷനിൽ നോക്കിയാൽ ഇപ്പോൾ കിട്ടുന്നത് എന്താണ്? നമ്മൾ കോമൺ എടുത്തത് ഏതാണ്? x0 കോമൺ എടുത്തിട്ടുണ്ട് അല്ലേ? സോ x0 എന്ന് പറയുന്നത് കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ അനുസരിച്ച് എയും പോസിബിൾ ആണ്, സിയും പോസിബിൾ ആണ്. ബിയും ഡിയിൽ എന്താണ്? x0 ബാർ ആണ്. സോ x0 ബാർ എന്നല്ല നമ്മൾ കോമൺ എടുത്തത്, നമ്മൾ എടുത്തത് x0 ആണ്. സോ പോസിബിലിറ്റി ഉള്ളത് ഏതിനാണ്? എയും സിയും പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ വന്നിട്ടുണ്ട്? x2 XOR x1 ദ ഹോൾ ബാർ ഉണ്ട്. സോ അത് ഏതാണ്? സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, സോ ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഡിജിറ്റൽ സർക്യൂട്ട് നമ്മുടെ സർക്യൂട്ടിൽ ജസ്റ്റ് അവർ ഡിജിറ്റൽ സർക്യൂട്ട് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏത് സർക്യൂട്ട് ആണെന്ന് മനസ്സിലായാൽ ഈസി ആയിട്ട് നമുക്ക് ട്രൂത്ത് ടേബിൾ ഫോം ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ ഫോം ചെയ്യാം. ഓക്കെ, സോ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് ഈ സർക്യൂട്ട് എന്താണെന്ന് ഫസ്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ അതിന് എന്താ അറിഞ്ഞിരിക്കണം? ഫ്ലാഷ് ADCയുടെ വർക്കിംഗ് അറിഞ്ഞിരിക്കണം. അതേപോലെ അതിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് എന്താണെന്ന് യു ഷുഡ് ബി തറോ വിത്ത് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the circuit shown with an ideal op-amp. The output voltage VO is. Okay, ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പാമ്പ് തന്നിട്ടുണ്ട്. പിന്നെ അതെന്തൊക്കെ മനസ്സിലാക്കാം? ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു R2R ലാഡർ സർക്യൂട്ടാണ് അല്ലേ? ദിസ് ഇസ് ആൻ R2R ലാഡർ സർക്യൂട്ട്. അപ്പോൾ R2R ലാഡർ സർക്യൂട്ടിൽ വി ഔട്ട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ബേസിക്കലി നമ്മളൊരു ഒപ്പാമ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഗെയിൻ ഇൻറ്റു വി എൻ ആണ്. ഇവിടുത്തെ സർക്യൂട്ടിൽ ഇതെന്താണ്? എന്ത് കോൺഫിഗറേഷനിലുള്ള സർക്യൂട്ടാണ്? ദിസ് ഇസ് ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷനിലുള്ള ഒരു ഓപ്പാമ്പ് ആണ്. സോ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? -RF/R1 ഇൻറ്റു വി. സോ നമുക്ക് വി എന്നിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ -RF/R തന്നിട്ടുണ്ട്. സോ -RF/R എന്നുള്ള ഗെയിൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ -RF എന്ന് പറയുന്നത് എന്താണ്? RF വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3R. അതേപോലെ R കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ R കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തറിഞ്ഞിരിക്കണം? യു നീഡ് ടു നോ ദ ഇക്വലന്റ് ഓഫ് ദിസ് R നെറ്റ്വർക്കിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. സോ അത് എത്രയാ വരിക? ഈ സർക്യൂട്ട് അനുസരിച്ച് 2R 2R പാരലൽ ആയിരിക്കും. ഫസ്റ്റ് 2R ഇസ് ഇൻ പാരലൽ. സോ യു വിൽ ഗെറ്റ്, ഇത് രണ്ടും പാരലൽ എടുത്താൽ R ആയിരിക്കും വരുന്നത്. ഈ ആറും ഇതും സീരീസ് ആണ്. സോ 2R. നെക്സ്റ്റ് 2R എഗെയിൻ പാരലൽ ആണ്. ഇവിടെ എന്താ വരിക? R വരും. And this R is in series. So you will get 2R and 2R again parallel. Again അത് വരുന്നത് R ആണ്. And this R and R in series. So you will get 2R. Again 2R parallel. You will get R and this R and this 2R is in series. അപ്പോൾ എത്ര വരിക? ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ട് വിൽ ഗെറ്റ് സിംപ്ലിഫൈഡ്.
3R ഇവിടെ വരും. ഇവിടെ എത്ര വരും? അഗെയിൻ അവിടെയും 3R ആയിരിക്കും വരുന്നത്. യു ആർ ഗിവിങ് ആൻ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബിറ്റ്സ് നോക്കുകയാണെങ്കിൽ 1 വോൾട്ട് എന്ന് പറയുന്നതിൽ ഹൈ ആയിരിക്കും. ഇത് ഗ്രൗണ്ട് ചെയ്ത് 0, ഇത് അഗെയിൻ 1 ആൻഡ് ദിസ് ഇസ് 0. സോ 1 0 1 0. സോറി, ഇതിൽ ഏതാ നമ്മുടെ MSB LSB? This is your MSB and this is your LSB. ഓക്കെ, ആ നമ്പർ അപ്പം എന്തായിരിക്കും വരുന്നത്? നമ്മുടെ ബൈനറി ഇൻപുട്ട് കോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 0 1 0 1. ദാറ്റ് ഇസ് അതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, മൈനസ് RF എന്ന് പറയുന്നത് 3R ബൈ R അഗെയിൻ നമുക്ക് 3R ആണ് കിട്ടിയത് ഇൻറ്റു Vin. സോ ദിസ് ഇസ് -1 ഇൻറ്റു Vin. നമുക്ക് ഇപ്പോഴും Vin എന്നുള്ളത് കിട്ടിയിട്ടില്ല. അപ്പോൾ Vin എന്ന് പറയുന്നത് ഇവിടെ എത്ര വരും? അഗെയിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. Vin ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഇസ് റെസൊല്യൂഷൻ ഇൻറ്റു ഡെസിമൽ equivalent. So resolution എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? It is VR by 2 raised to n into decimal equivalent is 5. Okay, so VR എന്ന് പറയുന്നത് റെഫറൻസ് വോൾട്ടേജ് ആണ്. റെഫറൻസ് വോൾട്ടേജ് എത്ര തന്നിട്ടുള്ളത്? It is 1.6. So -1 into 1.6 by 2 raised to n. n വാല്യൂ എത്രയാണ്? 1 2 3 4 ബിറ്റ്സ് ഉണ്ട് അല്ലേ? സോ ഇറ്റ് ഇസ് 2 raised to 4 into 5. ഓക്കെ, സോ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഇസ് -0.5 വോൾട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? ആദ്യം ചെയ്തത് നമ്മുടെ സർക്യൂട്ടിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇക്വലന്റ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷനിലുള്ള ഓപ്പ് ആമ്പ് ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? വി ഔട്ട് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ വി ഔട്ട്, ഒരു ഓപ്പ് ആമ്പിന്റെ വി ഔട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് ആണ്. സോ ഇൻപുട്ട് നമുക്ക് അറിയില്ല, ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് പിന്നെ ഗെയിൻ കിട്ടി അല്ലേ? ഇക്വലന്റ് റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ഫൈൻഡ് ഔട്ട് ചെയ്തു, 3R കിട്ടി. ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് തന്നിട്ടുണ്ട്, അത് ഗിവൺ ഡാറ്റയാണ് അല്ലേ? സോ ഗിവൺ ഡാറ്റയാണ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഇസ് ഗിവൺ ഡാറ്റ. സോ നമുക്ക് കിട്ടുന്ന ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ -1 ആണ്. ബിക്കോസ് ഇത് നോൺ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷനിൽ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷനിലായതുകൊണ്ട് അതിന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് -1. ബിക്കോസ് 3R ക്യാൻസൽ ചെയ്ത് -1 കിട്ടും. പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് ആണ്. സോ ഇൻപുട്ട് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ റെസൊല്യൂഷൻ ഇൻറ്റു ഡെസിമൽ ഇക്വലന്റ് യൂസ് ചെയ്ത് നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ റെസൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? VR by 2 raised to n ആണ്. ഓക്കെ, ഇത് R2R ലാഡർ ആയതുകൊണ്ടാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് VR by 2 raised to n ആയത്. സോ VR എന്ന് പറയുന്നത് റെഫറൻസ് വോൾട്ടേജ് ആണ് ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ആസ്, അതായത് നമ്മുടെ ബിറ്റ്സ് ഹൈ ആവുന്ന ബിറ്റ്സിന്റെ റെഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് +1.6. സോ +1.6 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് n എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 4 ബിറ്റ്സ് ആണ്. സോ 2 raised to n into 5 ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 0.5 -0.5. So the answer for this question is -0.5 volt. Okay, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an 8-bit ADC, this is an ADC, converts analog voltage in the range of 0 to +5 volt to the corresponding digital code as per the conversion characteristics shown in the figure for Vin equal to 1.992 volt. Okay, so Vin എന്ന് പറയുന്നത് 1.992 വോൾട്ട് ആണ്. ഓക്കെ,
Which of the following digital output given in hex is true value? Okay. Vn എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് നമുക്ക്. നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 0 to 5 volt റേഞ്ച് തന്നിട്ടുണ്ട്. n എന്ന് പറയുന്നത് 8 bit ആണ്. So n is 8 bit, range full scale range ആണ് തന്നിട്ടുള്ളത്. So VFSR എന്ന് പറയുന്നത് 5 volt തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ ഔട്ട്പുട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കത് എങ്ങനെ പ്രൊസീഡ് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് റെസൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, റെസൊല്യൂഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് VFSR by 2 raised to n minus 1. ഓക്കെ, സോ VFSR ഇവിടെ 5 ആണ്, by 2 raised to n minus 1, it is 2 raised to 8 is 256 minus 1 എന്ന് പറയുമ്പോൾ 255 വരും. So you will get the answer as 0.0196 volt വരും. നമുക്ക് മില്ലി വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്താൽ it is 19.6 മില്ലി വോൾട്ട്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് അനുസരിച്ച് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് സൈസ് വരുന്നത്. അതുപോലെ ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് സൈസും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് അനലോഗ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? അനലോഗ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് റെസൊല്യൂഷൻ ഇൻറ്റു ഡെസിമൽ ഇക്വലന്റ്. സോ റെസൊല്യൂഷൻ ഇപ്പോൾ നമുക്ക് കിട്ടി. എത്രയാവുന്നത്? 19.6 മില്ലി വോൾട്ട് ഇൻറ്റു ഡെസിമൽ ഇക്വലന്റ്. സോ ഡെസിമൽ ഇക്വലന്റ് ഓഫ് ഏത് നമ്പറിൻ്റെയാണ്? ഡെസിമൽ ഇക്വലന്റ് നമുക്ക് അറിയില്ല. ഓക്കെ, നമുക്ക് വേറെ തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അനലോഗ് ഇൻപുട്ട്. വീൻ തന്നിട്ടുണ്ട് അല്ലേ? സോ വീൻ എന്ന് പറയുന്നത് 1.9922 ആണ് തന്നിട്ടുള്ളത്. സോ ഡി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? ഇത് ചെയ്താൽ നമുക്ക് ഡെസിമൽ ഡി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 101.64 ഓക്കെ ടു ദ ബേസ് 10. ഡി എന്ന് പറയുന്നത് 101.64 ആണ് കിട്ടിയത്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളതിൽ എങ്ങനെയാണ് സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് 19.6 ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് സൈസ്. അതേപോലെ സെക്കൻഡ് സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് 58.8. ജനറലി ഒരു ADC വർക്ക് ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പ് സൈസ് കഴിയുമ്പോഴാണ് കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ ഇവിടുത്തെ കേസിൽ നോക്കിക്കേ, മിഡ് വേസിലാണല്ലേ ചേഞ്ച് ചെയ്യുന്നത്. 9.8 അത് ചേഞ്ച് ചെയ്തു, 39.2 ആയപ്പോഴത്തേക്കും അത് എഗെയിൻ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? സോ അതായത് ഒരു മിഡ് വേസിലാണ് അത് ചേഞ്ച് ചെയ്യുന്നത്. ഈ കേസ് എന്ന് പറയുമ്പോഴത്തേക്കും മിഡ് വേ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയത് എടുത്തതെന്ന് വെച്ചാൽ, സപ്പോസ് നമ്മുടെ വാല്യൂ ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ ബിഫോർ മിഡ് വേ ആണെങ്കിൽ നമ്മൾ കൗണ്ട് ഇൻക്രീസ് ചെയ്തു, കൗണ്ട് ഔട്ട്. അതേപോലെ ആഫ്റ്റർ ആണെങ്കിൽ ദിസ് ഇസ് ബിഫോർ മിഡ് വേ ആണെങ്കിൽ നമ്മൾ ലോവർ വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. അതേപോലെ ആഫ്റ്റർ മിഡ് വേ ആണെങ്കിൽ യു വിൽ കൺസിഡർ ആസ് എ ഹയർ വാല്യൂ. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയതനുസരിച്ച് 101.64 ആണ്. സോ 101.6 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 101.5. മിഡ് വേസ് എടുക്കുമ്പോൾ 0.5 എടുക്കുകയാണെങ്കിൽ 0.5നേക്കാളും ഗ്രേറ്റർ ആണ് 0.6. സോ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഹയർ വാല്യൂ ആയിട്ടാണ് അത് കറസ്പോണ്ടിംഗ്ലി നമ്മൾ ഹയർ വാല്യൂ ആണ് ചൂസ് ചെയ്യുന്നത്. സോ 101.64 നമുക്ക് 102 ആയിട്ട് എടുക്കാം. 102 ടു ദ ബേസ് 10. സോ 102 ടു ദ ബേസ് 10 എന്ന് പറയുമ്പോൾ അത്
ഇത് ഡെസിമൽ വാല്യൂ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമുക്ക് കിട്ടുന്ന വാല്യൂവിൻ്റെ ഹെക്സിൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഹെക്സ് വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ ഹെക്സ് വാല്യൂ എന്ന് പറയുമ്പോൾ 1 or 2ന്റെ ഹെക്സ് വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? 16 പൊസിഷൻ 16 എന്നുള്ളത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം അല്ലേ? സോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് സി, ഓപ്ഷൻ സി 66H ആണ്. The corresponding hexadecimal value for 102 to the base 10. So the answer for this question is 66H. അതായത് ഓപ്ഷൻ സി 66H ആണ് നമുക്ക് ഫൈനലി കിട്ടേണ്ട ആൻസർ. ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹെക്സ് വാല്യൂവിൽ വേണം നമുക്ക് ഫൈനലി കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് ഡെസിമൽ വാല്യൂ ആണ്. സോ 102ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് വാല്യൂ ആണ് 66H എന്ന് പറയുന്നത്. സോ ദ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ക്ലിയർ ടു യു. ഇനി അപ്കമിങ് വീഡിയോസ് ആയിട്ട് അല്ലെങ്കിൽ ഡെമോ ക്ലാസ്സസിന് നമുക്ക് നമ്മുടെ ചാനൽ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. താങ്ക് യു.